രാവിലെ കട തുറക്കാൻ വേണ്ടി പോവുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ് പോവുക. രാവിലെ ആശുപത്രിക്ക് പോവുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ് പോവുക. വയൽ തരാൻ വേണ്ടി പോവുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ് പോവുക. മദ്രസയ്ക്ക് പോവുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ് പോവുക. ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ് പോവുക. മൊബൈൽ വെക്കാം. ഇതെന്തിനെങ്ങനെ എണ്ണി പറഞ്ഞാൽ അറിയോ? എവിടെയെങ്കിലും ഒരു തുള്ളി കൊളത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൊളത്തുള്ളൂ. അല്ല, നിങ്ങളെ പറ്റി പറഞ്ഞില്ലെങ്കിൽ മുപ്പര് നമ്മളെ പറ്റി അല്ല പറഞ്ഞതെന്ന് തോന്നുന്നു. അതിനാണ് ഇത് എണ്ണണത്. എണ്ണിയാൽ എവിടെയെങ്കിലും ഒന്ന് കൊളത്തും. ടാക്സിയാണ് ആള്, ടാക്സി ഓടിയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ട് ഇറങ്ങുക. ഒരു നിക്കാഹിന് പോവുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക. ഒരു കല്യാണത്തിന് പോവുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ് പോവുക. ഒതു ശീലാക്കുക. ഒതു ശീലമാക്കിയാൽ ഒരു ഗുണമുണ്ട്. അസ്രായിൽ അലൈഹി ഇസ്ലാം വന്നിട്ട് അസ്സലാം അലൈക്കും, ഞാൻ അസ്രായിലാണെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളി. എന്താ നമുക്ക് പറയാം? തന്നെ അസ്രായിൽ ആ സംഗതി പറ്റിച്ചല്ല. എന്ത് ധൈര്യമുള്ള അതൊരു ഒതുണ്ടെങ്കിൽ ആ ഒരു ധൈര്യമെങ്കിലും കിട്ടും. അല്ല, ഒതു വലിയൊരു ധൈര്യമാണ്. ഒതു എന്ന് പറഞ്ഞത് വലിയൊരു ധൈര്യമാണ്. ഒരു ഒതു നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഒതുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമെങ്കിലും ഉണ്ടാവും. ഒതു ശീലാക്കി നോക്കി, നല്ല കാര്യമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വരില്ല. അതുകൊണ്ട് എന്ത് കാര്യത്തിന് ഒരുങ്ങുമ്പോഴും ഒരു ഒതുവോടുകൂടെ ചെയ്യുക എന്നൊരു ശീലം കൊണ്ടുവരിക. മൂന്നാമത്തേത്, വലത്തേതിന് പ്രാധാന്യം നൽകുക. പ്രത്യേകിച്ച് 4 കാര്യങ്ങൾക്ക്: തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക. 4 കാര്യങ്ങൾക്ക് വലത്തേത് മാത്രം ശീലാക്കുക. എല്ലാതും വലത്തേതുകൊണ്ടാണ് വേണ്ടത്. പ്രത്യേകിച്ച് 4 കാര്യം: 1 തിന്നുക, 2 കുടിക്കുക, 3 കൊടുക്കുക, 4 വാങ്ങുക. മീൻ കച്ചവടം. മീൻ തൂക്കിക്കാണ്ട് കൊടുക്കുമ്പോൾ വലത്തെ കൈകൊണ്ട് കൊടുക്കുക. പൈസ വാങ്ങാണ്, വലത്തേതുകൊണ്ട് വാങ്ങുക. ബാക്കി കൊടുക്കുകയാണ്, വലത്തേതുകൊണ്ട് വാങ്ങുക. ബാക്കി വാങ്ങാണ്, വലത്തെ കൈകൊണ്ട് വാങ്ങുക. തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക, വലത്തേതിനെ നിർബന്ധമാക്കുക. വലത്തെ കയ്യോ അങ്ങനെ തന്നെ, വലത്തെ കാലോ അങ്ങനെ തന്നെ. ഏതെങ്കിലും ഒരു വഴിക്ക് നമ്മൾ പോവുകയാണ്. ഇടത്തേതിനെ മുന്തിക്കാൻ പറഞ്ഞ സ്ഥലം അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും വലത്തേതിനെയാണ് മുന്തിക്കേണ്ടത്. ഇടത്തേതിനെ മുന്തിക്കേണ്ടത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത മുഴുവൻ സ്ഥലങ്ങളിലും വലത്തേതിനെയാണ് മുന്തിക്കേണ്ടത്. അതുകൊണ്ട് 4 കാര്യങ്ങളിൽ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതങ്ങനെ തന്നെ ഞാൻ ചെയ്യലേന്ന്. CCTV ചെക്ക് ചെയ്തിട്ടൊന്ന് സൂം ചെയ്ത് നോക്കണം, അപ്പം മനസ്സിലാവും അങ്ങനെയല്ല ചെയ്യണത്. ഞാനത് വളരെ ഗൗരവത്തോടുകൂടെ പറയാണ്. വലത്തേനെ മുന്തിക്കാന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യലേന്ന്. ശൈത്താൻ വലിയ വലിയ വിഷയം പറഞ്ഞുകൊണ്ടല്ല നമ്മളെ പറ്റിക്കുക, ചെറിയ ചെറിയ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ശൈത്താൻ വലിയ വലിയ ചെറിയ ചെറിയ വിഷയങ്ങൾ സ്വീപ്പാക്കിയിട്ട് അങ്ങനെ വലുതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പിശാചിന് വളരെ ദേഷ്യമാണ് ബിസ്മിയല്ലേ. ശൈത്താന് വളരെയധികം ദേഷ്യമാണ് ഒതുണ്ടാക്കൽ. പിശാചിന് വളരെ ദേഷ്യമുള്ളതാണ് വലത്തേതിനെ മുന്തിക്കൽ. അതുകൊണ്ട് വളരെ നിസ്സാരപ്പെട്ട കാര്യം, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ദർജ നൽകുന്ന കാര്യമാണ് ഈ 3 കാര്യം. ഈ 3 കാര്യം ഒരാൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ അറിയാതെ ഇബാദത്തായി മാറിക്കൊണ്ടിരിക്കും. ടാക്സി ഓടാണ് ഒരാൾ, അല്ലെങ്കിൽ ഡ്രൈവറാണ് ഒരാൾ. ഓൻ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ വിചാരിക്കുക, അക്കാലത്തെ വാഹനമായിരുന്ന കുതിരയെയും കഴുതയെയും ഒട്ടകത്തെയും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് വാഹനം ഓടിക്കുന്നത് എന്ന് തീരുമാനിക്കുക. നബിനേറ്റ് എത്ര ബന്ധമുണ്ടോ അതാണ് ഈ ബാത്തിന്റെ അടിസ്ഥാനം. സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക. ഫത്തബിഊനി യുഹ്ബബുകുമുല്ലാഹ്. ഇത്തിബായിന്റെ അർത്ഥം വളരെ വിശാലമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നിലേക്ക് കൈകെട്ടി നിന്നിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ പിന്നിക്ക് കൈകെട്ടിയാല്? പിന്നിക്ക് കൈകെട്ടുക എന്ന് പറയുന്നത് അവൻ എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാകുന്നു എന്നാണ്. ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ നന്നായി നോക്കാൻ പറ്റിയ സാധനമാണ്. പിന്നിക്ക് കൈകെട്ടിയ ആൾ എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നിക്ക് കൈകെട്ടി നിന്നിട്ടില്ല. എന്താ നമുക്ക് ശീലാക്കിയാൽ? നമ്മൾ കെട്ടിയ പിന്നിക്കേ കിട്ടുള്ളൂ, വേണ്ടാത്ത നമ്മൾക്ക് അങ്ങനെ ഉണ്ടാവുക. ഞാൻ അതെന്താ പറയാൻ കാരണം വെച്ചാൽ, ശൈത്താനെ നമ്മളെ ആദ്യം തന്നെ കള്ളുഷാപ്പൊന്നും കൊണ്ടുപോകില്ല. പിശാച് ചെറിയ ചെറിയ വിഷയങ്ങളിൽ സ്വീപ്പാക്കിയിട്ട് അങ്ങനെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് അറിയാതെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ ഏടിൽ അവന് വലിയ ദറജ എഴുതപ്പെടും. അതുകൊണ്ട് ചെറിയ കാര്യത്തിൽ നല്ല സൂക്ഷ്മത പാലിക്കണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും അണപ്പല്ല് കാണുന്ന തരത്തിലോ ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിലോ ചിരിച്ചിട്ടില്ല. ഇന്നമാ കാന യതബസ്സമു വലാ യുറാദി റാസുഹു.
അണപ്പല്ല് കാണാത്ത നിലയിൽ പുഞ്ചിരിക്കാറായിരുന്നു നബി തങ്ങളുടെ പതിവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ വന്നാൽ എല്ലാവരും ഒറ്റ നോട്ടത്തിൽ കാണുന്ന സ്ഥലത്താണ് ഇരിക്കാറുണ്ടായിരുന്നത്. നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് എന്നാൽ വരെ വാതിലിന്റെ മുക്കിലിരിക്കുള്ളൂ. നബി തങ്ങൾ ഒരു സദസ്സിൽ വന്നാൽ ആര് നോക്കിയാലും ഒറ്റ നോട്ടത്തിൽ കാണുന്ന സ്ഥലത്തായിരുന്നു ഇരിക്കൽ പതിവുണ്ടായിരുന്നത്. എന്താ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിയാൽ നമുക്ക് ചെയ്തു നോക്കിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനവുമായി വാക്കുകളുമായി നമ്മൾ എത്ര കണ്ട് യോജിച്ചു വരുന്നു. അതാണ് ഒരു മനുഷ്യൻ ആബിദാവുക എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിലൊക്കെ വലിയ സൂക്ഷ്മതയെ പാലിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇത്തിബാ എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് അങ്ങനെ ജീവിതത്തെ നമ്മൾ മാറ്റിയെടുക്കണം. ഞാൻ പറയുന്ന ആശയം 3 കാര്യങ്ങൾ സൂക്ഷിച്ചാൽ ആബിദീങ്ങളായി മാറുമെന്നതാണ്. ഒന്ന് ബിസ്മിദായിമാക്കുക. ഞാൻ പറഞ്ഞു ബിസ്മിദായിമാക്കുക. അത് വലിയൊരു തവക്കുലിന്റെ ദിക്റാണെന്നാണ്. ഏതൊരു കാര്യവും വിജയിക്കുക അള്ളാഹുവിൽ ഏൽപ്പിച്ചാലാണ്. ഏതൊരു കാര്യം വിജയിക്കുക അള്ളാഹുവിനെ ഏൽപ്പിച്ചാലാണ്. ബിസ്മി എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ ഏൽപ്പിക്കലാണ്. ഒരു വഴിക്ക് പോവുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പടച്ചോനെ അന്നെ ഏൽപ്പിച്ചു എന്നാണ്. അള്ളാഹു ഏൽപ്പിക്കാൻ പറ്റുന്നവനാണ്, ഏറ്റെടുക്കാൻ യോഗ്യതയുള്ളവനാണ്. അവൻ ഏറ്റെടുത്താൽ അത് കൈകാര്യം ചെയ്യുന്നവനാണ്. പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. ഇതെന്താ വിഷയം? ഏൽപ്പിക്കണില്ല എന്നുള്ളതാണ് വിഷയം. ഏൽപ്പിച്ചു എന്ന അവകാശവാദം നമുക്കുണ്ടാവും, പക്ഷെ ഏൽപ്പിക്കലില്ല. നമ്മളെ മക്കളെന്ന് നമ്മൾ അള്ളാഹു തആലക്ക് ഏൽപ്പിച്ചിട്ടില്ല. നമ്മളിങ്ങനെ വിചാരിക്കും, എന്തൊക്കെ ആയാലും ഇപ്പൊ ഈ ജോലി ഉള്ളതുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്, എൻ്റെ കുട്ടിയെ കരി വാങ്ങണേ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേന്ന്. നമ്മളെ അരി തന്നെ നമ്മൾ അധ്വാനിച്ചിട്ടല്ല. ഇന്നിപ്പോ ഉച്ചക്ക് നാടൻ ചോറ് വേണമെന്ന് കരുതിയിട്ട് കിട്ടിയത് മട്ടൻ മന്തിയാണ്. അധ്വാനിച്ചിട്ടാ അത് അല്ലല്ലോ. തൗഫീഖാണ് ഈ പറയപ്പെട്ട സാധനം. അല്ലാതെ അത് നമ്മൾ അധ്വാനിച്ചത് നമുക്ക് തോന്നലാണ്, ഞാൻ അധ്വാനിച്ചിട്ടാ ഭക്ഷണം കഴിക്കണത് എന്നല്ല. തൗഫീഖ് ഇല്ലെങ്കിൽ അരിക്കച്ചവടം ഉണ്ടായിട്ടും കാര്യമില്ല, ചങ്ക് കൂടെ കീപ്പട്ടാണ് പോകില്ല. തൗഫീഖ് ഉണ്ടെങ്കിൽ ലോകത്തെ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാവുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട. അതുകൊണ്ട് തവക്കുലുണ്ട് എന്നുള്ള അവകാശവാദം കൊണ്ട് കാര്യമില്ല, അതാണ്ട് ഉണ്ടാവണം. പള്ളിക്കൊന്ന് നിസ്കരിക്കാൻ വിളിക്കുകയാണ്, ഹയ്യാലസ്സലാ, നിസ്കരിക്കാൻ വരി. ശരിക്കും എന്താ പറയേണ്ടത്? ഇതാ വരുന്നോ, അതിനെന്നെ ഞാൻ കന്നൂട്ടി നിർത്തിയിട്ട് പാടത്തുനിന്ന് കയറിയത് എന്നാണ് പറയേണ്ടത്. പക്ഷെ പറയാൻ വേണ്ടി പറഞ്ഞാൽ എന്താ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ഉന്നതനും മഹാനുമായ അള്ളാഹു വിചാരിച്ചാലല്ലാതെ വരാൻ കഴിയൂല എന്ന് പറയാനാ പറഞ്ഞത്. ഇതിന്റെ പേരാണ് തവക്കുൽ എന്ന് പറഞ്ഞത്. തവക്കുൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയാവുന്നുണ്ട്. ബിസ്മി തവക്കുലിനെ ഉണ്ടാക്കും. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ബിസ്മി അല്ലാൽ തവക്കുലിന്റെ ദിക്റാണ് യഥാർത്ഥത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ർ. ചുരുക്കിയിട്ടും ചെല്ലാം, നീട്ടിയിട്ടും ചെല്ലാം. നീട്ടി ചെല്ലിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഴുവൻ ചെല്ലണം. ചുരുക്കി ചൊല്ലാം എന്നാണ് ഹദീസ് എന്ന് മനസ്സിലാവുന്നത്. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബി ബിസ്മില്ലാഹി ഫഹു അബ്തറു. ആ ഹദീസിൽ ചുരുക്കിയിട്ടാണ് ചൊല്ലിയിട്ടുള്ളത്, ബിസ്മില്ലാ എന്നേ ചൊല്ലിയിട്ടുള്ളൂ. അതുകൊണ്ട് ചുരുക്കി ചൊല്ലാം എന്നാണ് ഈ ഹദീസ് എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ നീട്ടി ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ബിസ്മില്ലാ എന്ന് ചുരുക്കിയിട്ടെങ്കിലും ചൊല്ലണം. എന്ത് കാര്യത്തിനും ബിസ്മി ചൊല്ലുന്ന ഒരു ശീലത്തെ ഉണ്ടാക്കിയാൽ ഏത് കാര്യവും തവക്കുലിന്റെ പരിധിയിൽ വരും. അപ്പോൾ നമുക്ക് ആ കാര്യം ഇബാദത്തായി മാറ്റാൻ വേണ്ടി പറ്റും. രണ്ടാമത് ഞാൻ പറഞ്ഞത് വലത്തേതിനെ മുന്തിക്കുക എന്നതാണ്. മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് ഉളു ദായിമാക്കുക എന്നതാണ്. വേണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളത്. മൂത്രയിക്കാൻ പോയാൽ നമ്മൾ ഏതായാലും കാലും ഒരു കോപ്പ വെള്ളം പായും, മുഖം എന്തായാലും ഒന്ന് കഴുകും, കൈ മുൻകൈ വരെ കഴുകും. ഇനിയിപ്പോൾ എത്ര ആവശ്യമുള്ളൂ? മുൻകൈ വരെ കഴുകിയത് മുട്ടുവരാക്കണം, തലമ്മ ഒന്നിങ്ങനെ വെള്ളം കൊണ്ട് തോണ്ടണം, നീയത്തും വേണം. ഇത്ര എളുപ്പം ഒതുവിന് ആവശ്യമുള്ളത്. 10 റുപ്യൻ്റെ ഒരു കുപ്പി വെള്ളം വാങ്ങിയാൽ 2 ഒതു ഉണ്ടാക്കാനുള്ള വെള്ളം കിട്ടും. 5 റുപ്യ കൊണ്ട് ഒതുവോടുകൂടെ മരിക്കാൻ കഴിയുമെങ്കിൽ അതന്നെയല്ലേ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒതു ദായിമാക്കുന്നവൻ ഒതുവോടുകൂടെ ആയിരിക്കും മരിക്കുക. ഉറങ്ങുന്നവന്റെ ഒതു ഉറക്കത്തിൽ ഉണരുകയില്ല, ഉറക്കത്തിൽ മുറിയുകയില്ല എന്നാണ്, ഉണർച്ചയിലാണ് മുറിയുന്നത് എന്നാണ്. ഒരാൾ ഉറങ്ങുമ്പോൾ ഒതുണ്ടാക്കി, ഉറങ്ങി, ഓന്റെ ഒതു എപ്പോഴാ മുറിയ? ഉറക്കത്തിൽ ഒതു മുറിയില്ല, ഉണരുമ്പോഴാണ് മുറിയുന്നത്. അപ്പോൾ അവൻ വേറെ ഒതു ഉണ്ടാക്കിയാൽ മതി, ഉറക്കത്തിൽ ഒതു മുറിയുകയില്ല. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. മയ്യത്തിന് ഒതുണ്ടാക്കി കൊടുത്തു,
പിന്നെ മൂത്രം പോന്ന രണ്ടാമത് ഒതുണ്ടാക്കി കൊടുക്കണ്ട. എന്താ കാരണം? മയ്യത്തിന്റെ ഒതു മുറിയില്ല. കാരണം അവൻ ഉണരുന്നില്ല എന്നുള്ളതാണ് കാരണം. ഉറങ്ങുന്നവന്റെ ദിക്ർ ഉറക്കത്തിലെല്ലാം മുറിയുന്നത് ഉണർച്ചയിലാണ്. ഒരാളിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കണ്ട് ഉറങ്ങിയാൽ ഉറക്കത്തിനും ലാ ഇലാഹ ഇല്ലല്ലയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനിക്കുന്നത് അവൻ ഉണരുമ്പോഴാണ്. ഈ ഉറക്കത്തിൽ അവൻ മരിച്ചാൽ അവന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലയാകുന്നു. അതുകൊണ്ട് ഉറങ്ങുന്നവന്റെ ദിക്ർ ഉറക്കത്തിൽ മുറിയില്ല. ഉറങ്ങുന്നവന്റെ ഫിലിമും ഉറക്കത്തിൽ മുറിയില്ല കേട്ടോ. അല്ല, ദിക്ർ മാത്രല്ല, ഉറങ്ങണവന്റെ ചാറ്റിങ്ങും ഉറക്കത്തിൽ മുറിയില്ല. അത് ഉറക്കത്തിൽ അതന്നെ ഇക്കാരം. അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം. ഉറങ്ങുന്നവന്റെ ദിക്ർ ഉറക്കത്തിൽ മുറിയില്ല. ഉറങ്ങുന്നവന്റെ ഒതു ഉറക്കത്തിൽ മുറിയില്ല, ഉണർച്ചയിലാണ് മുറിയുന്നത്. ഉണരുമ്പോൾ മുറിയും. ഉണർന്നിട്ടില്ലയോ ദിക്റും മുറിയില്ല, ഒതു മുറിയില്ല. അപ്പോൾ ഒരാൾ ഒതു ഉണ്ടാക്കി ഉറങ്ങി ആ ഉറക്കത്തിൽ മരണപ്പെട്ടാൽ അവൻ ഒതുവോടുകൂടെ മരണപ്പെട്ടു. ഒരാൾ ദിക്ർ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഉറങ്ങി ആ ഉറക്കത്തിൽ മരണപ്പെട്ടാൽ അവൻ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചു. അതുകൊണ്ട് ഒതു ദായിമാക്കിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഒതുവോടുകൂടെ മരിക്കാൻ പറ്റും എന്നതാണ്. അതുകൊണ്ട് എപ്പോൾ മൂത്രമൊഴിക്കുന്നുവോ, എപ്പോൾ ഒതു മുറിയുന്നുവോ അപ്പോൾ ഒതുണ്ടാക്കുക എന്നൊരു ശീലം കൊണ്ടുവരണം. വളരെ വിശാലമായി പറയണം. വേറൊരു ടാക്സി ഓടിക്കുന്നിടത്തേക്കോ ഒരു വയല് പറഞ്ഞിടത്തേക്കോ മാത്രം ബാധകമാക്കരുത്. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണ്, ഒന്ന് മൂത്രമൊഴിച്ചാ പോണത്, എന്നാലും ഒരു ഒതും കൂടി ഉണ്ടാക്കിയിട്ട് അടുക്കളയിൽ പോയിട്ട് തീ പിടിപ്പിക്കുക. ഭക്ഷണം പാചകം ചെയ്യാൻ ഒരുങ്ങാൻ. ഒരാൾ ഹോട്ടലിൽ ജോലിയാണ്, കിച്ചണിലേക്ക് കയറുകയാണ്, ഒരു ഒതുണ്ടാക്കിയാണ് കയറുക. ഒരാൾ മൈക്കക്കാരനാണ്, അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങാണ്, ഒരു ഒതുണ്ടാക്കിയാണ് ചെയ്യുക. ഇങ്ങനെ എണ്ണീറ്റ് അവനാൻ്റെ ജീവിതം അതായിട്ടാണ് കണക്ട് ചെയ്യണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ആബിദായി മാറും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി നമ്മുടെ ജീവിതം എത്രയാണോ ബന്ധപ്പെട്ടു വരുന്നത്, അതാണ് ഒരു കാര്യം ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഖൽബ് കൊണ്ട് ബന്ധപ്പെടുത്തുക. അല്ലാതെ അതിനു വേണ്ടിയിട്ട് വേറെ പ്രത്യേക കാര്യങ്ങൾ ചെയ്യലല്ല. അമ്പിയാക്കളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താൻ പറ്റും. എല്ലാ അമ്പിയാക്കളുമായിട്ടും ബന്ധപ്പെടുത്താൻ പറ്റും. ലോകത്ത് 1,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. അതിൽ 1,24,000 അമ്പിയാക്കളും തൊഴിൽ ചെയ്ത് ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് എല്ലാ തൊഴിലിനെയും അമ്പിയാക്കളിലേക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ഹദിയയായിരുന്നു എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹദിയയെ നബി തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്ര കണ്ട് ബന്ധപ്പെടുന്നു അത് ഇബാദത്തായി. ഒരിക്കല് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബി തങ്ങൾ വന്നു. ഒരു ഉച്ച സമയമായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. വാതിലിന് മുട്ടി. ഉമർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വരുന്ന സമയം വരെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി മുറ്റത്തുണ്ടായിരുന്ന ഒരു മരത്തിന്റെ താഴ്ഭാഗത്തേക്ക് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നു. ഉമർ റളിയല്ലാഹു അൻഹു വന്നു, വാതിൽ തുറന്നു. നബി തങ്ങൾ അകത്ത് കയറി സംസാരിച്ചു. സംസാരം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടുക്കളയിൽ പോയി ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കൊണ്ടുവന്ന് ആ മരത്തിന്റെ താഴെ ഒഴിച്ചു. പിന്നെ എല്ലാ ദിവസവും ആ മരത്തിന്റെ താഴെ വെള്ളം പോരും. ഒരു ദിവസം സഹാബത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ലയ അബ്ദുല്ലാ, ഈ മുറ്റത്ത് ധാരാളം മരങ്ങൾ നിൽക്കുന്നുണ്ട്, അതിൽ ഒരു മരത്തിന്റെ താഴ്ഭാഗത്ത് മാത്രം നിങ്ങൾ വെള്ളമൊഴിച്ചതിന്റെ കാരണം എന്താണ്? അപ്പോൾ പറഞ്ഞു, ആ മരത്തിന്റെ താഴെ ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ജീവിതകാലത്ത് ഇനി ആ മരം ഉണങ്ങുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മരത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കൽ നബിതങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയപ്പോൾ ഇബാദത്തായി മാറി. ഇങ്ങനെ എന്ത് കാര്യവും മുസ്തഫ